ഏകദേശം 20 വർഷത്തോളം ഞാൻ ഡോക്ടർ കെ എം ജനൻ ഹാർട്ട് ഫൗണ്ടേഷൻ്റെ ചീഫായിട്ടും 1200 കുഞ്ഞുങ്ങളെ എൻ്റെ നേതൃത്വത്തിൽ ശസ്ത്രക്രിയ ചെയ്യുവാൻ ദൈവം ഇടയാക്കി. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഞാനൊരു ഇൻ്റർവെൻഷണൽ പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റും കൂടാണ്. കഴിഞ്ഞ 40 വർഷമായി ആതുര സേവനത്തിലും കർത്താവിൻ്റെ വയൽപ്രദേശത്തും ഒരുപോലെ പ്രവർത്തിപ്പാൻ ദൈവം ഇടയാക്കിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ ലഭിക്കുവാൻ ദൈവം ഇടയാക്കിയല്ലോ. നമ്മുടെ കൈകളെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. The book of Acts chapter 5 verse 42. ഞാൻ പറയുക 5:42 നിങ്ങൾ അലാം വെക്കണം. Acts chapter 5 verse 42. They started preaching from the church and door by door. Yeah. പിന്നെ അവർ ദിനം പ്രതി ദൈവാലയത്തിലും വീടുതോറും വിടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തു എന്ന് സുവിശേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. യേശുവിനെ ക്രിസ്തു എന്ന് സുവിശേഷം ചെയ്യുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും എക്വിപ്പ് ചെയ്തിരിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ദിവസം 2 പേരോടെങ്കിലും സുവിശേഷം അറിയിക്കുക എന്നുള്ള ഒരു പദ്ധതിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഞാൻ കേരളത്തിൽ ഞങ്ങൾ 6-7 ഡോക്ടേഴ്സേ ഉള്ളൂ ഫീറ്റൽ കാർഡിയോളജി പ്രവർത്തനത്തിൽ പങ്കുകൊണ്ടിരിക്കുന്നത്. വയറ്റിലുള്ള കുഞ്ഞുങ്ങളുടെ ഹൃദ്രോഗങ്ങൾ കൂടി നിർണ്ണയിക്കുന്ന ഒരു ഡോക്ടർ കൂടിയാണ്. അതുകൊണ്ട് ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ ഹൃദയം ഈ നഖത്തിൻ്റെ വലിപ്പമേ ഉള്ളൂ. അത് ഞങ്ങൾ ഈ സ്ക്രീനിൽ അതിൻ്റെ തുടിപ്പ് എൻ്റെ മുറിയിൽ വരുന്ന രോഗികളെ ഞാൻ കാണിക്കും, ആ മാതാവിനെയും ഞാൻ കാണിക്കും. ഇത് തുടിക്കുന്നത് കണ്ടോ, ഇതാരാണ് ഇതിൻ്റെ മുമ്പിൽ പ്രവർത്തിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ കുഞ്ഞിൻ്റെ ശരീരത്തോടുന്ന രക്തം ആരുടെയാണോ എന്ന് ചോദിക്കും. അത് സാറേ എൻ്റെ രക്തം തന്നെ കുഞ്ഞിൻ്റെ മേൽ ഒഴുകുകയാണല്ലോ എന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, പ്ലാസൻ്റയ്ക്ക് ഇപ്പുറത്ത് ഓക്സിജനും ഭക്ഷണവും മാത്രമേ വരുത്തുള്ളൂ. ആരുടെയോ ഒരു കുഞ്ഞിനെ നമ്മുടെ ഗർഭപാത്രത്തിൽ വെച്ചിട്ട് അമ്മമാരെ വളർത്താൻ ദൈവം ഏൽപ്പിച്ചിരിക്കുക. സൃഷ്ടിച്ചവനായ ദൈവം സങ്കീർത്തനങ്ങൾ 139:13 ഇപ്രകാരം പറയുന്നുണ്ട്, ഹി സ്റ്റിച്ച്ഡ് ടുഗദർ ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ടു ദ വൂംബ് ഓഫ് ദി മദർ. അവൻ തയ്യക്കാരനെ പോലെ തയ്ച്ച് മെനഞ്ഞ് 2 കോശം 4 ആവും, 8 ആവും, 16 ആവും, 32 ആവും, 64 ആവും, 128 ആവും, 256 ആവും, 512 ആവും. കമ്പ്യൂട്ടറിൻ്റെ MB പോലെ വളർന്നൊരു മത്തങ്ങ പോലെ വരത്തുള്ളൂ. പക്ഷെ ദൈവം തയ്ച്ചതുകൊണ്ടാണ് നല്ല മൂക്കും കണ്ണും ചെവിയും വിരലും എല്ലാം